കെ.പി.സി.സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞത് കേരളം PM ശ്രീ പദ്ധതി നടപ്പാക്കരുത് എന്നാണ്. നടപ്പാക്കാൻ നീക്കം നടക്കുന്നുണ്ട്. അത് BJPയും CPM-ഉം തമ്മിലുള്ള അന്തർധാരയാണ്. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള അന്തർധാരയാണ്. ഇങ്ങനെയാണ് കെ.പി.സി.സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രതികരിച്ചത്. എന്നാൽ ഇന്ന് അതെല്ലാം തള്ളിയിരിക്കുന്നു പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. പ്രതിപക്ഷ നേതാവിന് മറ്റൊന്നും പറയാൻ കഴിയില്ല. അത് എന്തുകൊണ്ട് എന്നത് നമുക്ക് പിന്നീട് വരാം. അതിനു മുമ്പ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ വാക്ക് കേൾക്കാം. അതായത് BJPയുടെ ഒരു രാഷ്ട്രീയം, വർഗീയ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കാനുള്ള അജണ്ടയുണ്ട്. ഗവൺമെന്റ് നെഗോഷിയേറ്റ് ചെയ്ത് അത് ഒഴിവാക്കി കേന്ദ്രത്തിന്റെ പണം മേടിക്കുന്നതിൽ ഞങ്ങളെതിരല്ല. കേന്ദ്രത്തിന്റെ പണം എന്ന് പറഞ്ഞാൽ മോഡിയുടെ വീട്ടിലെ പണമല്ലല്ലോ. അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു. അദ്ദേഹം പറയുന്നു കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് എന്ന് വെച്ചാൽ മോദിയുടെ വീട്ടിൽ നിന്നും കൊണ്ടുവരുന്ന ഫണ്ടല്ല, അത് കേരളത്തിൽ നിന്ന് പിരിക്കുന്ന GST ആണ്, നികുതിയാണ്. GSTയുടെ 50% കൊണ്ടുപോകുന്നുണ്ട് കേന്ദ്രം. ആ പണമാണ് തിരിച്ചു തരുന്നത്. അത് കേരളത്തിന് അവകാശപ്പെട്ട പണമാണ്, അത് വാങ്ങിക്കണം. അതോടൊപ്പം ദേശീയ വിദ്യാഭ്യാസ നയം അത് കേരളത്തിൽ നടപ്പാക്കേണ്ട, അതിൽ BJPയുടെ നയമാണ്. ആ നയത്തിൽ BJPയുടെ രാഷ്ട്രീയമുണ്ട്. അത് ഒഴിവാക്കിക്കൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് പണം വാങ്ങിക്കണം, അതിനുവേണ്ടിയുള്ള ചർച്ചകൾ നടക്കണം എന്നാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറയുന്നത്. അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ കഴിയുകയുള്ളൂ. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട് ഇന്ത്യയിൽ. ആ സംസ്ഥാനങ്ങളെല്ലാം നേരത്തെ തന്നെ PM ശ്രീ പദ്ധതി നടപ്പാക്കി കഴിഞ്ഞു. ഏതൊക്കെ സംസ്ഥാനങ്ങളാണ്? കർണാടക, തെലുങ്കാന, ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ ഈ പദ്ധതിയിൽ ആദ്യം ഒപ്പിട്ടത്. ഇതുവരെ 14 സംസ്ഥാനങ്ങൾ പദ്ധതി നടപ്പാക്കുന്നുണ്ട്. ആ പദ്ധതിയിൽ ആദ്യം ഒപ്പിട്ടത് രാജസ്ഥാൻ സർക്കാരാണ്. കോൺഗ്രസ് ഭരിക്കുന്ന ഘട്ടത്തിലാണ്. കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗം അശോക് ഗെഹ്ലോട്ട് മുഖ്യമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിലാണ് ഒപ്പിടുന്നത്. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവിന് മറ്റൊരു അഭിപ്രായം പറയാൻ കഴിയില്ല. തെലങ്കാനയിൽ 832 സ്കൂളുകളാണ് PM ശ്രീ പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. പ്രൈമറി സ്കൂളുകൾ 32, അപ്പർ പ്രൈമറി 30, സെക്കൻഡറി 472, ഹയർ സെക്കൻഡറി 210 എന്നിങ്ങനെ. ഇനിയിപ്പോൾ കർണാടകയിലേക്ക് വന്നാലോ? കർണാടകയിൽ 655 സ്കൂളുകൾ PM ശ്രീ പദ്ധതിയുടെ ഭാഗമാണ്. ഇതിൽ 12 സ്കൂളുകൾ പ്രൈമറിയും 421 സ്കൂളുകൾ അപ്പർ പ്രൈമറിയും 148 സ്കൂളുകൾ സെക്കൻഡറിയും 4 സ്കൂളുകൾ ഹയർ സെക്കൻഡറിയുമാണ്. ഹിമാചൽ പ്രദേശിലെ കാര്യം നോക്കാം. ഹിമാചൽ പ്രദേശിൽ 227 സ്കൂളുകൾ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതിൽ 56 സ്കൂളുകൾ പ്രൈമറിയും 5 സ്കൂളുകൾ സെക്കൻഡറിയും 138 സ്കൂളുകൾ ഹയർ സെക്കൻഡറിയുമാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്ത. എന്ന് വെച്ചാൽ കോൺഗ്രസ് സംസ്ഥാനങ്ങൾ നേരത്തെ തന്നെ പദ്ധതി നടപ്പാക്കി കഴിഞ്ഞു. പദ്ധതിയിൽ ആദ്യം ഒപ്പുവെച്ചത് രാജസ്ഥാൻ സർക്കാർ. അന്ന് രാജസ്ഥാൻ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. മുഖ്യമന്ത്രി കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗവും. പിന്നെ പ്രതിപക്ഷ നേതാവിന് മാറ്റി പറയാൻ കഴിയുമോ? കെ.പി.സി.സി പ്രസിഡന്റ് സണ്ണി ജോസഫ് അങ്ങനെയൊക്കെ പറയും. അദ്ദേഹത്തിന് കാര്യങ്ങൾ ഒന്ന് പിടികിട്ടി വരുന്നതേ ഉള്ളൂ, എന്താണ് കേരളത്തിൽ നടക്കുന്നത് എന്ന്. കോൺഗ്രസിനകത്ത് എന്താണ് നടക്കുന്നത് എന്ന് പോലും അദ്ദേഹത്തിന് ഇതുവരെ മനസ്സിലായിട്ടില്ല. പിന്നെയല്ലേ കേരളത്തിൽ എന്താണ് നടക്കുന്നത് എന്ന്. അതുകൊണ്ട് കെ.പി.സി.സി പ്രസിഡന്റ് പറഞ്ഞ വാക്കുകൾ നമുക്ക് മാറ്റിവെക്കാം. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കൃത്യമായും കാര്യം പറഞ്ഞു കഴിഞ്ഞു. അതുതന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. ഒരു വിഷയത്തിലെങ്കിലും ഒന്നായി ചിന്തിക്കാൻ, ഒരേപോലെ ചിന്തിക്കാൻ കഴിഞ്ഞല്ലോ എന്ന് ആശ്വസിക്കാം ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും.